ഹലോ ചങ്ങായിമാരെ, അപ്പോൾ എല്ലാ ചങ്ങായിമാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു യക്ഷിക്കാവ് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കങ്ങോട്ട് നേരെ പോവുകയാണേ. അപ്പോൾ നമ്മളിന്ന് അപ്പടി കൊതുകാണ് കേട്ടോ. നമ്മളിവിടെ നമ്മുടെ കാട്ടിലാണ് കേട്ടോ നമ്മൾ വീഡിയോ എഡിറ്റൊക്കെ ചെയ്യുന്ന സ്ഥലം. അവിടെയാണെങ്കിൽ നല്ല സൈലൻ്റ് ആണല്ലോ, അതുകൊണ്ട് ഇവിടെ വന്നിരുന്നാണ് കേട്ടോ നമ്മൾ വോയിസൊക്കെ കൊടുക്കുന്നത്. ഭയങ്കര ചീവീടിൻ്റെയും കൊതുകും ഭയങ്കര ശല്യമാണ്, കാടല്ലേ, അതുകൊണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ചങ്ങ് പോയാൽ മതി കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഇപ്പോഴാണ് കയറുന്നത് കേട്ടോ. അങ്ങനെ നമുക്കതിൻ്റെ ആവശ്യമില്ല അങ്ങോട്ട് കയറേണ്ടത്. പിന്നെ എപ്പോഴാണേലും ഉണ്ടല്ലോ ഭയങ്കര ഇരുട്ട് മൂടി കിടക്കുവാണ്. ഈ വള്ളി എല്ലാം കൂടി ഇങ്ങനെ പടർന്ന് കുറേ വർഷങ്ങൾ പഴക്കമുള്ളതാണ് കേട്ടോ. നമുക്കെന്തോ ഭയങ്കര പേടിയാണ് ആ ഒരു അന്തരീക്ഷവും. പിന്നെ മറ്റേ തടിയുടെ പലകയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുന്ന ആ കാവുണ്ടല്ലോ, അത് കാണുമ്പോൾ നമ്മുടെ മൂവിയിലെയൊക്കെ ഒരു എന്താ പറയുക, അങ്ങനെയൊക്കെ തോന്നും. എന്തൊരു പ്രത്യേകിച്ച് ഒരു പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം പോലെയാണ് കേട്ടോ അവിടെ എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം അവിടെ തിരി കത്തിക്കത്തുള്ളൂ കേട്ടോ, എപ്പോഴൊന്നുമില്ല. എന്തോ പ്രത്യേക ദിവസങ്ങളിൽ അത് ചുറ്റും കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് കയറാൻ പാടില്ല, പിന്നെ നിറച്ച് സർപ്പങ്ങളും അങ്ങനെ കണ്ടതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഒരു നിഗൂഢതയാണ്. വള്ളിയെല്ലാം കാടെല്ലാം ഇങ്ങനെ താഴോട്ട് തൂങ്ങി നിൽക്കുകയും ഒരു പ്രത്യേകതയുണ്ട്. എന്തോ ഒരു പ്രത്യേകത. നമ്മൾ ഉച്ച സമയത്താണ് കേട്ടോ പോയത്. പിന്നെ രാത്രിയൊക്കെ നമ്മളങ്ങനെ ആരുടെയൊക്കെ പോകുമ്പോഴത്തേനും ഓട്ടോയ്ക്ക് നമുക്ക് പേടിയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, ഈ പനയുടെ ചൂടൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ഒരൊറ്റ ഓട്ടമാണ് ഭാഗം കൊണ്ട് അത്രയും ഭാഗം എത്തുമ്പോഴത്തേനും. അതുപോലെയൊക്കെ തന്നെ ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കാടൊക്കെ കയറി ഇവിടെ കാടൊന്നും നമ്മുടെ വെട്ടിക്കളയോ അങ്ങനെയൊന്നുമില്ല. പഴയ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാടിൻ്റേത് ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ തന്നെയാണ് കേട്ടത്. വർഷങ്ങളായിട്ട് കാടും അങ്ങനെയൊന്നും ആരും വെട്ടാറോ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഏതോ ദിവസങ്ങളിലൊക്കെയാണെന്ന് പറഞ്ഞാൽ പൂജ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ചുറ്റും മതിലൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. കാണാനൊരു പ്രത്യേക ലുക്ക്, എന്തൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, നമ്മുടെ മറ്റേ തടിയുടെ ജനൽ പോലെയുള്ള ഇത് കാണുമ്പോഴത്തേനും. പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഉള്ളിലേക്കൊക്കെ കയറണം, പക്ഷേ എനിക്ക് പേടിയാണ് കേട്ടോ. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടണ്ടല്ലോ, വല്ല നാശങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത് വേറെയും കുളമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു കുളമാണ് കേട്ടോ. ആദ്യത്തെ കുളം നമ്മൾ തൊട്ടടുത്തുള്ള കുളമാണ് കേട്ടോ. പിന്നെ ഇതും ആഴമുള്ള കുളമാണ് കേട്ടോ. പിന്നെ ഈ കുളത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന മതിലുണ്ട്, ആ ചുറ്റുമതിലുണ്ടല്ലോ, ആ ചുറ്റുമതിൽ ഇവിടെ ഫുള്ള് മഴക്കാലത്ത് മൊത്തം നിറഞ്ഞിരിക്കും. ഇപ്പോൾ വേനലാവുകൊണ്ട് മാത്രമാണ് ആ നടുഭാഗത്ത് മാത്രം വെള്ളം, അല്ലെങ്കിൽ ഇതിൻ്റെ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. പക്ഷേ കുളമെല്ലാം ഈ മതിലിൻ്റെ ചുറ്റും നികന്ന് ഒരേപോലെ ഭയങ്കര വെള്ളമായിട്ട് കിടക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ആരും നീന്താറും അങ്ങനെയൊന്നുമില്ല. നേരത്തെ ചെറിയൊരു കൽപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും നീന്തുകയൊക്കെ ചെയ്യണമായിരുന്നു. ഇപ്പോൾ ആരും നീന്താറും ഇറങ്ങാറൊന്നുമില്ല. മൊത്തം കാടൊക്കെ പിടിച്ച് കിടക്കുവാണ്. ഇപ്പോൾ ഇവിടെ ആരും കുളിക്കണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇത് നമ്മുടെ ഇപ്പോൾ അങ്ങനെ കുളിക്കാത്തതുകൊണ്ട് ഇത് പഞ്ചായത്ത് കുളമൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയിരുന്ന വഴി സ്കൂളിൽ കയറിയിട്ടുണ്ടല്ലോ, അവിടെ സ്കൂളിൻ്റെ മുറ്റത്തെ ചാമ്പവനത്തിൽ നിറയെ ചാമ്പയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും പറിക്കാറുണ്ട്, അവിടെ ഒരു പേരയുണ്ട്, പേരയ്ക്കയും പറിക്കാറുണ്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ കുറേ ചാമ്പയ്ക്ക നമ്മൾ പറിച്ചു കേട്ടോ. അപ്പോൾ കുറേ പഴുത്ത് ചീഞ്ഞ് ആടി പോവുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരൊന്നും വരാറൊന്നുമില്ലല്ലോ, അതുകൊണ്ട് കുറേ ചാമ്പയ്ക്കയുണ്ട്. ഇപ്പോൾ ചാമ്പയ്ക്കയുടെ സീസണാണ് കേട്ടോ. അപ്പം നമ്മൾ കുറേ പറിച്ചു കേട്ടോ. പിന്നെ കുറച്ചൊക്കെ പുഴുണ്ട്, ഇതിന് മധുരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചങ്ങായിമാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത ദിവസം വീണ്ടും വരാതെ എല്ലാ ചങ്ങായിമാർക്കും ബൈ. സ്കൂളിൽ ആൾക്കാരുണ്ട്.